ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ന് മാർക്കറ്റ് എങ്ങനെയാണ് സമാപിച്ചിരിക്കുന്നത്, ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കിൽ ഏതൊക്കെ, ടോപ്പ് ലൂസേഴ്സ് ആയ സ്റ്റോക്കിൽ ഏതൊക്കെയാണ്, ലാസ്റ്റ് വീക്കിൽ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കിലൊക്കെ എങ്ങനെ പെർഫോം ചെയ്തിട്ടുണ്ട്, ഇനി സ്വിംഗ് ട്രേഡിങ്ങിന് ഫോക്കസ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്കിൽ ഏതൊക്കെയാണ്, അതോടൊപ്പം ബഡ്ജറ്റ് വരുന്നുണ്ട്. സോ ബഡ്ജറ്റ് പ്രമാണിച്ച് ഏതൊക്കെ സ്റ്റോക്ക് ഉയരാൻ സാധ്യതയുണ്ട്, ഏതൊക്കെ സെക്ടർ ഫോക്കസ് ചെയ്യണം, പിന്നെ സ്പ്ലിറ്റ് അനൗൺസ് ചെയ്യാൻ പോകുന്ന ഒരു സ്റ്റോക്കിൻ്റെ അനാലിസിസും കൂടി നമ്മൾ നോക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇൻഡെക്സ് അനലൈസ് ചെയ്യാം. അപ്പോൾ ഇൻഡെക്സിൽ നിഫ്റ്റി ഇന്ന് ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്തു, ബട്ട് ഗ്യാപ്പ് ഡൗണിലാണ് ഓപ്പൺ ചെയ്തത്. ഒരു ബുള്ളിഷ് കൗണ്ടർ അറ്റാക്ക് പോലെയാണ് കാണുന്നത്. അപ്പോൾ ഇത്രയും ദിവസം നല്ലൊരു സെല്ലിംഗ് ഉണ്ടായിരുന്നു. അതാ ഒരു ബുള്ളിഷ് കൗണ്ടർ അറ്റാക്കാണ് വന്നിരിക്കുന്നത്. സോ തുടർന്ന് മാർക്കറ്റ് പോസിറ്റീവ് ആവാനുള്ള സാധ്യത കൂടുതലുണ്ട്, ബുൾസ് വരാനുള്ള സാധ്യതയുണ്ട്. ബാങ്ക് നിഫ്റ്റിയും നിഫ്റ്റി പോലെ തന്നെ ഗ്രീൻ ക്യാൻഡിലാണ് ക്ലോസ് ആയിരിക്കുന്നത്. ഓക്കെ, ബാങ്ക് നിഫ്റ്റി 42 പോയിന്റ്സ് ആണ് പോസിറ്റീവ് ആയിരിക്കുന്നത്. ഫിൻ നിഫ്റ്റിയും ബെറ്റർ ആവുന്നുണ്ട്. ദെൻ മിഡ് ക്യാപ്പ് 111 പോയിന്റ്സ് പോസിറ്റീവ് ആയിട്ട് അപ് ട്രെൻഡ് ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേൺ ആണ് കാണിച്ചിരിക്കുന്നത്. സോ ഏകദേശം എല്ലാം സെൻസസ് അതുപോലെ നിഫ്റ്റി സെൻസസ് 131 പോയിന്റ്സ് പോസിറ്റീവ് ആയിട്ടുണ്ട്. ഇൻഡെക്സ് എല്ലാം തന്നെ പോസിറ്റീവ് ആയതുകൊണ്ട് നാളെ പോസിറ്റീവ് ഉള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഇന്ന് നല്ല പെർഫോം ചെയ്തിരിക്കുന്ന സെക്ടർ ഏതാണെന്ന് നോക്കാം. നിഫ്റ്റി ഓട്ടോ സെക്ടർ നല്ല പെർഫോം ചെയ്തിട്ടുണ്ട്. നിഫ്റ്റി അതുപോലെ M&M ബിഗ്ഗസ്റ്റ് ഗെയിനർ ആയിട്ടുണ്ട്. നിഫ്റ്റി PSU ബാങ്ക് വേസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. സിപ്ല ബിഗ്ഗസ്റ്റ് ലൂസർ ആയിട്ടുണ്ട്. അപ്പോൾ ഗെയിനേഴ്സിൽ ഏതൊക്കെ സ്റ്റോക്കുകൾ വന്നിട്ടുണ്ടെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിൽ ഫസ്റ്റ് റൂട്ട് മൊബൈൽ, അതുപോലെ VPTC തുടങ്ങിയ സ്റ്റോക്കിലൊക്കെ ഒത്തിരി ദിവസം കഴിഞ്ഞാണ് ഇന്ന് നല്ലൊരു പെർഫോമൻസ് വന്നിരിക്കുന്നത്. റൂട്ട് മൊബൈലൊക്കെ 14.40, ദെൻ ഹിക്കൽ 9.86, ട്യൂബ് ഇൻവെസ്റ്റ്മെൻറ്റ് 7.65, ബജാജ് ഹോൾഡിങ്സ് 6.06%, ദെൻ MRPL 5.50%, സെഞ്ചുറി ടെക്സ്റ്റൈൽസ് തുടങ്ങിയ സ്റ്റോക്കിലൊക്കെ ഇന്ന് ടോപ്പ് ഗെയിനേഴ്സ് ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. ടോപ്പ് ലൂസേഴ്സ് ആയത് ഏതൊക്കെയാണെന്ന് നോക്കാം. FACT 10% താഴേക്ക് പോയിട്ടുണ്ട്. അതുപോലെ RCF 6.50, BCG ഓൾവേസ് സെയിം പാറ്റേൺ തന്നെയാണ്. ദെൻ ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് 5.23, ദെൻ മാപ്മൈ ഇന്ത്യ അല്ലെങ്കിൽ ഇൻഫോ സിസ്റ്റംസ് 4.94% താഴേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി ഏതൊക്കെ സ്റ്റോക്കുകൾ ബ്രേക്ക്ഔട്ട് തരുമെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ബഡ്ജറ്റ് വരുന്നുണ്ട്. ഈ ഒരു റെയിൽവേ സെക്ടറിൽ 3 സ്റ്റോക്കുകൾ നല്ല ഉയരാൻ സാധ്യതയുണ്ട്. നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. ഇർക്കോൺ ഇന്റർനാഷണൽ 1.10 എന്ന് കയറിയിട്ടുണ്ട്. ഇർക്കോൺ ഇന്റർനാഷണൽ നെക്സ്റ്റ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് 325 വരെ പോകാൻ സാധ്യതയുണ്ട്. 265 സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. അതുപോലെ റെയിൽടെൽ 495 ട്രേഡ് ചെയ്യുന്നു. 540 വരെ പോകാൻ സാധ്യതയുണ്ട്. 420 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. ദെൻ RVNL 1.67% ഇന്ന് കയറിയിട്ടുണ്ട്. 440 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. 394 സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. അപ്പോൾ ഈ 3 സ്റ്റോക്കുകൾ ബഡ്ജറ്റ് ബേസ് ചെയ്തിട്ട് കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാനത് സെപ്പറേറ്റ് വീഡിയോയിൽ ഇടാമെന്ന് വിചാരിക്കുന്നു, ഏതൊക്കെ സെക്ടർ ഏതൊക്കെ സ്റ്റോക്കിൽ വരണം എന്നുള്ളത്. അപ്പോൾ അതിൽ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു റെയിൽവേ സെക്ടർ പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ ഇതല്ലാതെ വേറെ ഏതൊക്കെ സ്റ്റോക്കുകൾ ഇന്നത്തെ മാർക്കറ്റ് ബേസിൽ നമുക്ക് സ്വിംഗ് ട്രേഡിങ്ങിന് ഫോക്കസ് ചെയ്യാമെന്നുള്ളത് നോക്കാം. അതിൽ ഫസ്റ്റ് ഗുജറാത്ത് പിപ്പാവോഡ്. അതിന് മുന്നേ ഞാൻ ഡിസ്ക്ലൈമർ ആവർത്തിക്കുകയാണ്, ഞാൻ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അനലിസ്റ്റ് അല്ല. ഇതിൽ പറയുന്ന എല്ലാ സ്റ്റോക്കുകളും എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ്.
നിങ്ങളും കൂടി എന്ത് ചെയ്യുക, സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ അതുപോലെ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണോ, ടെക്നിക്കൽ, ഇതെല്ലാം നോക്കിയിട്ട് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ മാർക്കറ്റ് ഡയറക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാർക്കറ്റ് നെഗറ്റീവ് ആണെങ്കിൽ ടാർഗറ്റിൽ കാര്യങ്ങളും വ്യത്യാസം വരും. ഇതിൽ സ്വിംഗ് ട്രേഡിംഗ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. സോ 2 weeks to 1 month ആണ് ടൈം ഫ്രെയിം വരുന്നത്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്ക് ഗുജറാത്ത് പിപ്പാവഡ് പോർട്ടാണ്. 214 rupees ട്രേഡ് ചെയ്തു. സോ ഇത് കുറച്ച് കയറിയിട്ട് കുറച്ച് ഡൗണിലാണ് പോയ ഒരു സ്റ്റോക്കാണ്. സോ ഇനി 250 ആ ഒരു റേഞ്ച് പോകാനുള്ള സാധ്യതയുണ്ട്. 17% വരെ ഉയരാൻ സാധ്യതയുണ്ട്. ഇല്ല കുറച്ച് ഡൗൺ വന്നിട്ട് മേടിക്കാമെങ്കിൽ അങ്ങനെയും മേടിക്കാം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രൈസിൽ നിന്ന് മേടിച്ചാലും 17% വരെ റിട്ടേൺസ് കിട്ടാൻ സാധ്യതയുണ്ട്. ദെൻ APL അപ്പോളോ ട്യൂബ്സ്. അലംബിക് ഫാർമസ്യൂട്ടിക്കൽസ്. സോ 903 rupees ട്രേഡ് ചെയ്യുന്നു. 905 ബ്രേക്ക് ചെയ്യുമ്പോൾ നല്ലൊരു അപ് ട്രെൻഡ് നമുക്ക് പ്രതീക്ഷിക്കാം. 1050 വരെ പോകാൻ സാധ്യതയുണ്ട്. 16% വരെ ഉയരാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് വരുന്നത് ബോറോസിൽ റിന്യൂവബിൾസ്. ഓക്കെ, 507 rupees ട്രേഡ് ചെയ്യുന്നു. ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് ഉണ്ട്. സോ 640 വരെ പോകാൻ സാധ്യതയുണ്ട്. 26 to 27% വരെ റിട്ടേൺസ് വരാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ്. ഗ്ലാസ് ആൻഡ് ഗ്ലാസ് പ്രോഡക്ട്സിൽ സെക്കൻഡ് പ്ലേസിൽ വരുന്നു കോമ്പറ്റീറ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ദെൻ PCBL. 274 rupees ട്രേഡ് ചെയ്യുന്നു. 300 rupees താഴെ നല്ല ഡിവിഡൻഡ് yielding സ്റ്റോക്കാണ്. ഓക്കെ, കെമിക്കൽ സെക്ടറിൽ ലാസ്റ്റ് പ്ലേസിലാണ്, ബട്ട് എന്നാലും നല്ലൊരു ഗ്രോയിങ് സ്റ്റോക്ക് തന്നെയാണ്. സോ ഇതിൻ്റെ ടാർഗറ്റ് വരുന്നത് 340 ആണ്. 25% വരെ റിട്ടേൺസ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ദെൻ റാഡിക്കോ കൈത്താൻ. ഹൊറിസോണ്ടൽ റെസിസ്റ്റൻസ് ഉണ്ട്. 2160 വരെ പോകാൻ സാധ്യതയുണ്ട്. 17% വരെ റിട്ടേൺസ് വരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ്. ആൽക്കഹോളിക് ബ്രിവറേജസിൽ വരുന്ന ഒരു സ്റ്റോക്കാണ്. തേർഡ് പ്ലേസിൽ വരുന്നത്. ഓക്കെ, അപ്പം ഇനി നമ്മൾ സ്പ്ലിറ്റ് അനൗൺസ് ചെയ്യാൻ പോകുന്ന ഒരു സ്റ്റോക്കിൻ്റെ അനാലിസിസ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. ഷെയർ ഇന്ത്യ സെക്യൂരിറ്റീസ്. സോ 27-ാം തീയതിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ മേടിക്കണം. 26 വരെയാണ് നിങ്ങൾക്ക് ടൈം ഉള്ളത്. ഇപ്പം നാളെയും മറ്റന്നാളെയും ഉണ്ട്. നല്ല ഒരു സ്റ്റോക്കാണ്. പ്രത്യേകിച്ച് ഇവരുടെ ഈ ഒരു സെക്ടർ എന്ന് വെച്ചാൽ കമ്മോഡിറ്റി, ഒരു സ്റ്റോക്ക് ബ്രോക്കേഴ്സ് സെക്ടറിൽ ലാസ്റ്റ് പ്ലേസിൽ വരുന്ന ഒരു സ്റ്റോക്കാണ്. നല്ല സ്റ്റോക്കാണ്. കാരണം ഇവരുടെ CAGR 52.3 ഉണ്ട്. ടേൺ ഓവർ 13 crores, 28 വർഷത്തിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്. മാർക്കറ്റ് ഷെയർ 5% ഉണ്ട് ഓപ്ഷൻ ട്രേഡിംഗ്. സോ നല്ലൊരു സ്റ്റോക്കാണ്. പിന്നെ ഇവരുടെ വാല്യുവേഷൻ നമുക്ക് ഫസ്റ്റ് ചെക്ക് ചെയ്യാം. ഇവരുടെ PE നല്ല കുറവുണ്ട് പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് കുറച്ച് 3 times കൂടുതലാണെങ്കിലും ബട്ട് ഇത് നല്ലതാണ്. ഡിവിഡൻഡ് ഈൽഡ് അതുപോലെ ROE രണ്ടും തന്നെ ബെറ്റർ ആയിട്ടുണ്ട്. ഡിവിഡൻഡ് ഈൽഡ് ചെറുതാണെങ്കിലും ഓക്കെ ബെറ്റർ തന്നെയാണ്. ഫേസ് വാല്യൂ ആണ് 10-ൽ നിന്നും 2 ആയിട്ട് മാറാനായിട്ട് പോകുന്നത്. ഡെപ്റ്റ് ടു ഇക്വിറ്റി 0.29 ഉള്ളൂ. ഇൻട്രസ്റ്റിക് വാല്യൂവും ബെറ്റർ ആണ്. സോ വാല്യുവേഷൻ വൈസ് നോക്കുമ്പോൾ ബെറ്റർ വാല്യുവേഷൻ തന്നെയാണ് ഉള്ളത് ഈ ഒരു സ്റ്റോക്കിന്. നെഗറ്റീവ് സൈഡ് പറയുകയാണെങ്കിൽ പ്രൊമോട്ടർ പ്ലഡ്ജിങ് ഉണ്ട് 37.7. അതല്ലാതെ നോക്കിയാൽ ക്വാർട്ടർലി റിസൾട്ട് നല്ല പെർഫോം ചെയ്തിട്ടുണ്ട്. CAGR ഗ്രോത്ത്, പ്രൊമോട്ടർ ഹോൾഡിംഗ് ഇൻക്രീസ് ആവുന്നത്, ഇതെല്ലാം നല്ലൊരു. പിന്നെ പ്രത്യേകിച്ച് ഈ ഒരു കമ്മോഡിറ്റി സ്റ്റോക്ക് ബ്രോക്കിംഗ് സെക്ടറിൽ വരുന്ന ഒരു സ്റ്റോക്ക് ആയതുകൊണ്ട് തീർച്ചയായിട്ടും നല്ല ഉയരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ്. നെറ്റ് പ്രോഫിറ്റ് ഒക്കെ നല്ല വർദ്ധിച്ചിട്ടുണ്ട്. ബാലൻസ് ഷീറ്റ് നോക്കിയാൽ ടോട്ടൽ അസറ്റ് ഒക്കെ ബെറ്റർ ആയിട്ട് FI ഹോൾഡിങ്സും നല്ല വർദ്ധിച്ചിട്ടുണ്ട്. സോ ഈ ഒരു സ്റ്റോക്കിൻ്റെ സ്പ്ലിറ്റ് വരുന്നത് ഇവരുടെ ഫേസ് വാല്യൂ നേരത്തെ പറഞ്ഞല്ലോ 10 എന്നുള്ളത് 2 ആയിട്ട് മാറുന്നു. ഇപ്പോൾ ഒരു ഷെയർ മേടിച്ചാൽ 5 ഷെയർ ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇവരുടെ കറണ്ട് പ്രൈസ് ഡിവൈഡഡ് ബൈ 5 ചെയ്യുകയാണെങ്കിൽ 302 rupees ആയിട്ട് വരും. അപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്ക് 600 ഡബിൾ ആയിട്ട് വന്നിരിക്കും. 100% ആയിരിക്കും. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ പറഞ്ഞ കൊച്ചിൻ ഷിപ്പ്യാർഡൊക്കെ ഒരു വർഷമൊന്നും വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. 3 monthsനുള്ളിൽ തന്നെ ആ ഒരു ഡബിൾ ആയിട്ട് വന്നിരിക്കുകയാണ്. സോ ഈ സ്റ്റോക്കും ഒരു 3 months വരാൻ സാധ്യതയൊക്കെ ഉണ്ട്. ബട്ട് എന്നാലും നമ്മൾ 1 ഇയറിനുള്ളിൽ തീർച്ചയായിട്ടും 600 rupeesന് വരും. വിത്തിൻ 3 yearsനുള്ളിൽ ആ ഒരു ഒറിജിനൽ പ്രൈസ് 1500 ആ ഒരു റേഞ്ചിലേക്ക്
വരുന്നതാണ്. ഇപ്പോൾ സ്റ്റോക്ക് ബ്രോക്കിംഗ് ആയതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റിംഗ് നല്ലൊരു സ്റ്റോക്കാണ്. പിന്നെ പ്രൈസും കോമ്പറ്റീറ്റേഴ്സുമായിട്ട് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി അഫോർഡബിൾ ആയിട്ട് വരുന്നു. ബാക്കിയുള്ള കോമ്പറ്റീറ്റേഴ്സുമായിട്ട് നോക്കുമ്പോഴത്തേക്ക് ഇവരുടെ പ്രൈസ് കണ്ടോ ബെറ്റർ ആയിട്ടുണ്ട്. ഈ ഒരു സ്പ്ലിറ്റിന് ശേഷം നല്ലൊരു അഫോർഡബിൾ റേഞ്ചിലേക്ക് വരുന്നതായിരിക്കും. ഓക്കെ, സോ 15 ഷെയർസ് എന്ന് പറയുമ്പോഴത്തേക്ക് 75 ഷെയർസ് 15 ഇൻറ്റു 5 17 ഷെയർസ് ആയിട്ട് വരും. അപ്പോൾ ടോട്ടൽ എമൗണ്ട് നിങ്ങൾക്ക് ഒരു 10 to 15 ക്വാണ്ടിറ്റീസ് ഈ ഒരു സ്റ്റോക്കിൽ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ ഒരു 22,000 ആ ഒരു റേഞ്ച് റുപ്പീസ് ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടത്. നല്ലൊരു സ്റ്റോക്കാണ്. അപ്പോൾ സ്പ്ലിറ്റിന് വേണ്ടി ഈ ഒരു സ്റ്റോക്ക് നമുക്ക് തീർച്ചയായിട്ടും മേടിക്കാവുന്നതാണ്. അപ്പോൾ 26 ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ 27 റെക്കോർഡ് ഡേറ്റ്. അപ്പോൾ അതിന് മുന്നേ 26 വരെ നിങ്ങൾക്ക് മേടിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങളും കൂടി എന്ത് ചെയ്യുക, ഈ ഒരു സ്റ്റോക്ക് അനലൈസ് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നു. പലർക്കും നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മലയാളം ഷെയറുടെ ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഞാൻ ഈ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഉടൻ തന്നെ. അപ്പോൾ അത് നിങ്ങൾ നോട്ടിഫിക്കേഷൻ കിട്ടിയില്ലെങ്കിൽ ടെലഗ്രാമിൽ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഡെയിലി നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസ് അതുപോലെ ഫ്രീ ആയിട്ട് ഇൻട്രാഡേ ഡെലിവറി ടിപ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പ്ലേ ലിസ്റ്റിൽ ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ബേസിക് വീഡിയോ, ക്രൂഡ് ഓയിൽ, അതുപോലെ ടെക്നിക്കൽ ചാർട്ട് പാറ്റേൺ വീഡിയോസ്, അതും കൂടി ചെക്ക് ചെയ്യുക. അപ്പോൾ നാളത്തെ ട്രേഡിംഗ് നിങ്ങൾക്ക് എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം. നന്ദി, നമസ്കാരം.